പഴഞ്ഞി പെങ്ങാമ്പുക്ക് പെരുന്നാളിനായി കൊണ്ടുവന്ന കൊമ്പൻ മാവേലിക്കര ഗണപതി ചെരിഞ്ഞു. ഇന്നലെ രാത്രിയോടെയാണ് കൊമ്പൻ ചെരിഞ്ഞത്. പെരുന്നാളിന് ശേഷം പെങ്ങാമ്പുക്ക് തെക്കുമുറി പറമ്പിൽ തളച്ചിരുന്ന ഗജവീരൻ മാവേലിക്കര ഗണപതി എരണ്ടക്കെട്ടിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി ചികിത്സയിലായിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് മരണം സംഭവിച്ചത്. ഉത്സവ പറമ്പുകളിലെ നിറസാന്നിധ്യമാണ് കൊമ്പൻ മാവേലിക്കര ഗണപതി. വിവരമറിഞ്ഞ് നിരവധി ആനപ്രേമികളാണ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, പാറേമ്പാടം, കുന്നംകുളം. പാറേമ്പാടത്ത് സംസ്ഥാന പാത നിർമ്മാണത്തിന്റെ ഭാഗമായി സൂക്ഷിച്ച കമ്പികൾ മോഷ്ടിച്ച പ്രതികൾ പിടിയിൽ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാറേമ്പാടത്ത് സൂക്ഷിച്ച ഇരുമ്പ് കമ്പികൾ മോഷ്ടിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ആസാം സ്വദേശികളായ 27 വയസ്സുള്ള അത്താർ ഷേഖ്, 26 വയസ്സുള്ള സൈനുൽ ഹക്ക് എന്നിവരാണ് അറസ്റ്റിലായത്. പെരുമ്പാവൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന EKK കമ്പനിയുടെ കമ്പികളാണ് മോഷണം പോയത്. തിങ്കളാഴ്ച പുലർച്ചെ 6:30 പാറേമ്പാടത്തെ പാതയോരത്ത് കൂട്ടിയിട്ടിരുന്ന 12 mm കനവും 1 മീറ്റർ നീളവുമുള്ള 250ഓളം കമ്പികളാണ് മോഷണം പോയത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മോഷണം നടത്തിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. 2 പേർ വാഹനത്തിൽ ഇരുമ്പ് കമ്പികൾ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ട പ്രദേശവാസി കമ്പനി അധികൃതരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥാപനത്തിലെ HR വിഭാഗം ഉദ്യോഗസ്ഥനായ അനിൽകുമാർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മേഖലയിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രദൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് 16ാം വർഷത്തിലേക്ക്. കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 16ാം വാർഷികാഘോഷം കൃഷ്ണപിള്ള സ്ക്വയറിൽ വെച്ച് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രാബല്യത്തിൽ വരാൻ പോകുന്ന ദേവസ്വം ആശുപത്രിയിൽ ഒരു നില ഡയാലിസിസ് രോഗികൾക്ക് മാത്രമായി ഒരുക്കുമെന്ന് ചെയർമാൻ ആഘോഷവേളയിൽ അറിയിച്ചു. കൺസോൾ പ്രസിഡന്റ് ജമാൽ താമരത്ത് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ CK ഹക്കീം ഇബാറക് ആമുഖ പ്രഭാഷണം നടത്തി. കൺസോൾ ജനറൽ സെക്രട്ടറി PM അബ്ദുൾ ഹബീബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാവക്കാട് ഹയാത്ത് ഹോസ്പിറ്റൽ MD ഡോക്ടർ സൗജാദ്, ദയ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ VK അബ്ദുൾ അസീസ്, ഹൈമ ഹോം കെയർ ചെയർമാൻ ഡോക്ടർ KK മോഹനൻ, IDBI ബാങ്ക് മാനേജർ PR അനന്തപത്മനാഭൻ, മലങ്കര സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ KP സാക്സൺ, ഗുരുവായൂർ ശ്രീപതി അസോസിയേറ്റ്സ് സുന്ദരൻ ഭാസ്കർ,
രഞ്ജിത്ത്, PP അബ്ദുൽ സലാം, PV അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ CM ജനീഷ് സ്വാഗതവും കൺസോൾ ട്രഷറർ V കാസിം നന്ദിയും അറിയിച്ചു. തുടർന്ന് യൂനിസ് ബാവയും നഫ്ലയും നയിക്കുന്ന മെഹഫിൽ സന്ധിയും ഉണ്ടായി. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. കടവല്ലൂർ അന്യോന്യത്തിന്റെ 1-ാം ദിവസമായ തിങ്കളാഴ്ച തിരുനാവായ യോഗം നന്നായി ചൊല്ലിയപ്പോൾ തൃശൂർ യോഗത്തിന് പിഴച്ചു. മുമ്പിലിരിക്കൽ നടത്തിയ തൃശൂർ യോഗത്തിലെ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി 1-ാം അഷ്ടകം 7-ാം അധ്യായം 20-ാം വർഗത്തിലെ ചന്ദ്രമ എന്നു തുടങ്ങി 10 റിക്കുകൾ ചൊല്ലുന്നതിനിടയിൽ ആദത എന്നതിനു പകരം ആഹിത എന്നു തെറ്റായി ചൊല്ലി. ഒറവങ്കര ദാമോദരൻ നമ്പൂതിരി, വടക്കുംപാട് പശുപതി നമ്പൂതിരി എന്നിവർ കൈ കാണിച്ചു. 2-ാം വാരമിരുന്ന തിരുനാവായ യോഗത്തിലെ മണ്ണൂർ ബിനോദ് നമ്പൂതിരി 1-ാം അഷ്ടകം 5-ാം അധ്യായം 21-ാം വർഗത്തിലെ ഉപപ്രയന്തോ എന്നു തുടങ്ങി 10 റിക്കുകൾ നന്നായി ചൊല്ലി. നാറാസ് ഇട്ടിരവി നമ്പൂതിരി, നാറാസ് അഗ്നിശർമ്മൻ നമ്പൂതിരി എന്നിവർ കൈ കാണിച്ചു സഹായിച്ചു. തൃശൂർ യോഗത്തിലെ മൂഢമ യദുകൃഷ്ണൻ, കുത്തുള്ളി ശ്രീകേശവ് എന്നിവർ ജഡ പ്രയോഗിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ +2 സയൻസ് എക്സാം ടഫായിരുന്നു. പുതിയ മോഡൽ ക്വസ്റ്റ്യൻസ് കാരണം ഈ പ്രാവശ്യവും എക്സാം ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സയൻസ് അക്കാദമിയിലെ +2 ക്രാഷ് ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് റിവിഷനും മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ഡൗട്ട് ക്ലിയർ സെഷൻസിലൂടെ എക്സാമിന് നിങ്ങളെ പ്രിപ്പയർ ആക്കുന്നു. ഫിസിക്സിന് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ലാബ് കൂടെ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഫൈനൽ എക്സാമിന് മികച്ച മാർക്ക് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ. ഇന്നലെ വൈകിട്ട് പെങ്ങാമുക്ക ചെരിഞ്ഞ മാവേലിക്കര സാലിയുടെ ഉടമസ്ഥതയിലുള്ള 45 വയസ്സുള്ള കൊമ്പൻ ഗണപതിക്ക് ആനപ്രേമികളും പൂരം പെരുന്നാൾ കമ്മിറ്റികളും അന്ത്യോപചാരം അർപ്പിച്ചു. ഈ സീസണിലെ കഴിഞ്ഞ പെരുന്നാളുകൾക്ക് ഗണപതി നിറസാന്നിധ്യമായിരുന്നു. വരാനിരിക്കുന്ന പൂരങ്ങൾക്കും ഗണപതിയെ വിവിധ കമ്മിറ്റികൾ ബുക്ക് ചെയ്തിരുന്നു. നാട്ടാന സൗന്ദര്യമുള്ള ഗണപതി കേരളത്തിന്റെ തീരാ നഷ്ടമാണ്. ഇന്ന് 12 മണിക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ പെങ്ങാമുക്കിൽ ആനയെ തളച്ചിരുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് കോടനാട്ടേക്ക് കൊണ്ടുപോവുകയും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആനയെ സംസ്കരിക്കും. ആനയെ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്ന അവസരത്തിൽ ആനയുടെ ഉടമയുടെ കുടുംബാംഗങ്ങളും ആനയെ പരിപാലിച്ചിരുന്ന പാപ്പന്മാരും അവരുടെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിനു മുന്നിൽ നൈസ് ടിവിയുടെയും ദേശക്കാരുടെയും ആനപ്രേമികളുടെയും പ്രണാമം.
വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. KNR ഫുഡ്സിന്റെ പുതിയ സ്ഥാപനമായ സ്നേക്കിസ്റ്റ് 2025 നവംബർ 16 ഞായറാഴ്ച 3 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ തൃക്കരങ്ങളാൽ സ്ഥാപനത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ വൈദികർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സ്റ്റാഫുകൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ കൊച്ചുമോൻ നന്ദി അറിയിച്ചു. എല്ലാവിധ സ്നാക്സുകളും ക്വാളിറ്റിയോടുകൂടി തയ്യാറാക്കുന്ന പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് യൂണിറ്റാണ് പഴഞ്ഞി ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സ്നാക്സുകൾ മൊത്തമായും ചില്ലറയായും നൽകപ്പെടുന്നു. സഹോദര സ്ഥാപനം നോബിൻ ട്രേഡേഴ്സ്, എറണാകുളം. കുന്നംകുളം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നഗരസഭയിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരായ റവന്യൂ സെക്ഷൻ സൂപ്രണ്ട് M. പ്രമോദ് ശേഖർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PH. മനോജ് മുഹമ്മദ് എന്നിവർ മുമ്പാകെയാണ് ആദ്യഘട്ടത്തിൽ 28 സ്ഥാനാർത്ഥികളാണ് ചൊവ്വാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 39 വാർഡിൽ 36 സ്ഥാനാർത്ഥികളും നഗരസഭയിൽ എത്തിയെങ്കിലും സമയം കഴിഞ്ഞതിനാൽ 28 പേരുടെ മാത്രമാണ് ചൊവ്വാഴ്ച പൂർത്തിയായത്. ബാക്കിയുള്ളവർ ബുധനാഴ്ച പത്രിക നൽകും. CPIM ആസ്ഥാനമായ TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മുനിസിപ്പൽ ഓഫീസിൽ സമാപിച്ചതിനു ശേഷമാണ് പത്രിക സമർപ്പണം നടത്തിയത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി, ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, LDF നേതാക്കളായ PM സുരേഷ്, PG ജയപ്രകാശ്, TK വാസു, KB ഷിബു എന്നിവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു. നഗരസഭയിലെ 39 വാർഡുകളിൽ 35-ൽ CPIM-ഉം 4 വാർഡുകളിൽ ഘടകകക്ഷികളായ NCP, കേരള കോൺഗ്രസ് M, CPI എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥി ഘടന. ഫോട്ടോ ഫ്രെയിം നിരക്കിൽ ഇപ്പോൾ സ്വന്തമാക്കാം അക്രിലിക് UV HD പ്രിന്റുകൾ. കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകളുടെയും ഫ്രെയിം വർക്കുകളുടെയും വലിയ കളക്ഷനുമായി പാറയമ്പാടത്ത് ഈ വരുന്ന നവംബർ 16 മുതൽ തുറന്ന പ്രവർത്തനം ആരംഭിക്കുന്നു ഫ്രെയിം ഹബ്. ഫോട്ടോ ഫ്രെയിംസ്, നെയിം ബോർഡ്സ്, അറബിക് കാലിഗ്രഫി, കസ്റ്റമൈസ്ഡ് അക്രിലിക് ക്ലോക്കുകൾ, മിനിയേച്ചേഴ്സ് തുടങ്ങി ഒരുപാട് കളക്ഷൻസ്, അതും സാധാരണക്കാർക്ക് അനുയോജ്യമായ വിലയിൽ. കൂടാതെ ഹോൾസെയിൽ പർച്ചേസുകൾക്കും സ്റ്റുഡിയോ ഫ്രെയിമുകൾക്കും സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഇനി വാങ്ങാം മനസ്സിനിണങ്ങിയ സമ്മാനങ്ങൾ. ഫ്രെയിം ഹബ്, നിയർ കോപ്പറേറ്റീവ് ബാങ്ക്, പാറയമ്പാടം. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിംഗിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രമല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ.